ഈ സിനിമ സംഭവിക്കാൻ ഒരുപാട് പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഒരുപാട് പേരുടെ സമ്മതമുണ്ടെങ്കിൽ മാത്രം സമ്മതിക്കുന്ന ഒരു സിനിമയായിരുന്നു. മമ്മൂട്ടി ഉൾപ്പെടെ ബാക്കിയുള്ള ബാക്കി എല്ലാവരും ഇവിടെ ഉണ്ട്. ഈ പറയുന്ന ഞാൻ സിനിമ വളർന്ന സമയത്ത് ഞാൻ ജനിക്കുന്നതിന് മുമ്പ് സിനിമകൾ ചെയ്തു തുടങ്ങിയിട്ടുള്ള ആൾക്കാരാണ്. മലയാളത്തിലെ ഏറ്റവും മികച്ച സിനിമകളുടെ ലെജൻസ് എൻ്റെ ഒപ്പം, ഞങ്ങളുടെ സ്വപ്നത്തിനൊപ്പം ഞങ്ങൾക്ക് രണ്ട് പുതിയ ആൾക്കാർ സിനിമ ചെയ്യുന്ന സമയത്ത് ഞങ്ങളെ വിശ്വസിച്ച് അവരുടെ സിനിമകളിൽ ഇത്തരത്തിലുള്ള ആൾട്ടർനേറ്റ് പരിപാടി വരുത്തി ഒരു സിനിമ ചെയ്യാൻ സമ്മതിച്ച ഇവരെല്ലാവരും നന്ദി ഞാൻ ആദ്യമായിട്ട് പറയുകയാണ്. ഈ ഇതിനൊരു വളരെ രത്നചെറുപ്പമായിട്ടുള്ള രൂപരേഖയായിട്ടുള്ള കഥ പറയുന്നത്, ഈ കഥകൾ കേൾക്കുമ്പോൾ അതിൻ്റെ ഒരു പോസിബിലിറ്റി, ഇതിലൊരു പ്രായോഗികത എത്രയാണ്. കാരണം പ്രായോഗികത ഞാൻ കഥാപരമായിട്ടല്ല, ഇത്രയും പേരുടെ അനുവാദങ്ങൾ ഇതിനകത്ത് വേണം. ജോഫിൻ വലിയ ഒരു വെല്ലുവിളിയായിട്ട് ഞാൻ പറയുന്നത് സിനിമ ചെയ്ത് തീർക്കലല്ല, ഈ സിനിമകളെല്ലാം ആളുകൾക്ക്, നിങ്ങളൊക്കെ ചെയ്തിട്ടുള്ള എല്ലാ സിനിമകളും ആളുകൾക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. ചില കവർ സോങ്ങൊക്കെ പാടുമ്പോൾ ആൾക്കാർ കമന്റ് ഇടുന്നുണ്ട്, ആ നല്ല പാട്ട് നീ നശിപ്പിക്കരുത്, അത് ചെന്ന് തൊട്ടതെന്ന് പറയുന്ന പോലെ ഈ സിനിമകളിലൊക്കെ ഒന്ന് മലയാളികൾ അത്രയധികം നെഞ്ചോട് ചേർത്ത് വെച്ചുള്ള സിനിമകളിൽ ഒന്ന് തൊടുകയെന്ന് പറയുന്നത് പോലും ഞങ്ങളുടെ വാച്ചിന് വളരെ വളരെ പാടുള്ള കാര്യമാണ്. അപ്പൊ അത് അത്ര അനുവാദങ്ങൾ മേടിച്ചെടുക്കുന്നിടത്താണ് ഈ സിനിമ ഉണ്ടാകുന്നത്. ഓരോരുത്തർക്കും അവരവരുടെ കലാസൃഷ്ടി അത്ര പ്രിയപ്പെട്ടതാണ്. അതിൽ അത്രയും ഓൾട്ടർനേറ്റ് ആയിട്ട് കാര്യങ്ങൾ കടന്നു വരിക, അതിലൂടെ ഒരു സിനിമ വരിക എന്ന് പറയുന്നതിന്റെ പാട്. ജോഫിൻ ഇപ്പൊ പറഞ്ഞു, ആദ്യം കഥ പറഞ്ഞു, പക്ഷെ പിന്നീടുള്ള കുറച്ച് ദിവസം കൊണ്ട് രാമു ജോഫിനൊക്കെ കൂടെ ഈ കഥ ഇത്രയും ഞാൻ കേട്ട കഥയും കാണുന്ന കഥയും തമ്മിൽ ഉണ്ടായ ഒരു വ്യത്യാസം തിയേറ്ററിൽ നിന്ന് വലിയ അത്ഭുതത്തോടെ നോക്കിക്കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. അതില് മമ്മൂട്ടി ചേട്ടൻ എന്ന് പറയുന്ന അതിന്റെ ആ ലാസ്റ്റ് ഡയലോഗ് നമുക്ക് പറയുമ്പോഴും അവിടെ ഉണ്ടായിരുന്നു ഞാൻ. ആ പേര് ആദ്യം ഈ സിനിമയിൽ പറഞ്ഞതും അതിന് കാരണക്കാരനായതും അത് കൂത്താരം കൊണ്ട് എന്ന് പറയുന്ന സിനിമയിൽ നിന്നാണ്. അതിന്റെ ഒരു തുടക്കം ജഗദീഷ് ചേട്ടന്റെ കഥയാണ് ആ സിനിമ എന്ന് പറയുന്നത്. അപ്പൊ ഇനി ഞാൻ ജഗദീഷ് ചേട്ടൻ എന്തൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഡിസ്കഷനിലോട്ട് പോകാം. ആദ്യമേ എനിക്ക് പറയാനുള്ളത്, ഒരു കലാകാരൻ വന്ന വഴി മറക്കാൻ പാടില്ല. അതൊരു പൊതു തത്വമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം വന്ന വഴി ഓർമ്മിക്കാൻ ഒരു അവസരം കിട്ടിയതിന് വളരെ നന്ദി. എന്റെ ജീവിതത്തിൽ, എന്റെ കരിയറിൽ ജഗദീഷിനെ ജഗദീഷ് ആക്കിയതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചിട്ടുള്ള വ്യക്തിത്വങ്ങളാണ് എൻ്റെ കൂടെ ഇവിടെ ഇരിക്കുന്നത്. സംവിധായകൻ സിബി മലയിൽ, കമൽ, സെവൻ ആർട്സ് വിജയകുമാർ, സെവൻ ആർട്സ് മോഹൻ. ഒരു കമ്പനിയുടെ പേരിൽ ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ അറിയപ്പെടുക എന്ന് പറയുമ്പോൾ മനസ്സിലായല്ലോ. സെവൻ ആർട്സിന്റെ ഓൾമോസ്റ്റ് എല്ലാ ചിത്രങ്ങളും കൺട്രോളറായിട്ട് വർത്തിയിട്ടുള്ള മോഹനാണ്. സെവൻ ആർട്സ് വിജയകുമാർ എന്ന് പറയുന്നത് ഒരു പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോൾ കലയോടുള്ള അഗമ്യമായ സ്നേഹത്തിന്റെ ആ ഒരു ശക്തിയിലാണ് സിനിമാ രംഗത്തോട്ട് വന്നത്. പണം മുടക്കി പണം കൊയ്യണം എന്ന ഉദ്ദേശത്തിനപ്പുറം നല്ല ചിത്രങ്ങൾ മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്യണം. അതോടൊപ്പം അതൊരു ബിസിനസ് ആണെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കി നല്ല രീതിയിൽ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാമെന്ന് ചിന്തിച്ച് ഉറപ്പിച്ച് വിദേശ രാജ്യത്ത് താൻ അധ്വാനിച്ചുണ്ടാക്കിയ കാശ് മലയാള സിനിമയ്ക്ക് വേണ്ടി മുടക്കിയ, ഇവിടുത്തെ ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള, ചെയർമാന്റെയൊക്കെ ഭാരവാഹിയായിട്ടുള്ള പ്രസിഡന്റ് ആയിട്ടുള്ള വർത്തിച്ചിട്ടുള്ള സെവൻ ആർട്സ് വിജയകുമാർ. കമലിനെ കുറിച്ച് നമുക്കറിയാം. അക്കാദമി ചെയർമാൻ എന്ന നിലയിലും ഫെഫ്കയുടെ ഭാരവാഹി എന്ന നിലയിലും ഒക്കെ തന്നെ മലയാള സിനിമയ്ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ചിത്രങ്ങൾക്ക് വേണ്ടി എല്ലാ കാലത്തും നിലകൊണ്ടിട്ടുള്ള സംവിധായകനാണ് കമൽ. സൂപ്പർ താരങ്ങളുടെ ചിത്രം എടുക്കുമ്പോഴും താരങ്ങളുടെ ഇമേജിന്റെ പിന്നാലെ പോകാതെ അവരുടെ നല്ല ചിത്രങ്ങളായിരിക്കണം മലയാള സിനിമയ്ക്ക് നൽകേണ്ടതെന്ന് വിശ്വസിച്ച സംവിധായകൻ കമൽ. സിബി മലയിലിനെ കുറിച്ചും എനിക്ക് പറയാനുള്ളത് അത് തന്നെയാണ്. സിബി എല്ലാ കാലത്തും, സിബിയെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഒരുപാട് പറയാനുണ്ട്. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് ഞാൻ പറയാം. ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത് ഓടത്തെ അമ്മാവ് ആളറിയാം എന്ന എന്റെ രണ്ടാമത്തെ ചിത്രത്തിൽ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു സിബി മലയിൽ. ഓടത്തെ അമ്മാവ് ആളറിയാം എന്ന ചിത്രത്തിൽ ഹോട്ടൽ അമൃതയിൽ നിന്നും എന്റെ ബജാജ് പ്രിയ എന്ന സ്കൂട്ടറിൽ ഞങ്ങൾ ഒരുമിച്ച് മെർലാൻഡ് സ്റ്റുഡിയോ വരെ പല ദിവസവും ഷൂട്ടിങ്ങിന് പോയിട്ടുണ്ട്. അപ്പോ ആ ആത്മബന്ധം നമുക്ക് ഊഹിക്കാം. ഇന്ന് അങ്ങനെ ഒരു കാര്യം നമുക്ക് ആലോചിക്കാൻ കഴിയില്ല. അത് ഒരു പോരായ്മയായിട്ട് ഞാൻ പറയുന്നില്ല. കാലത്തിൻ്റെതായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങളുണ്ട്. അപ്പോ ഇന്നത്തെതെല്ലാം തെറ്റാണെന്നും അന്നത്തേതെല്ലാം ശരിയാണെന്നും സമർത്ഥിക്കാൻ ഞാൻ ആളില്ല. പക്ഷെ അന്നുണ്ടായിരുന്ന കുറെ രസങ്ങൾ, കുറെ സൗകര്യങ്ങൾ, കുറെ സൗന്ദര്യങ്ങൾ, ബന്ധങ്ങൾ ഉണ്ടായിരുന്ന ആ കാര്യങ്ങൾ ഒക്കെ തന്നെ ഞാനൊരു തുടക്കക്കാരൻ നിലയിൽ എന്റെ അഭിനയം ശരിയാകുന്നുണ്ടോ എന്നൊക്കെ ഞാൻ ചോദിച്ചിരുന്നത് സിബിയോടാണ് കൂടുതൽ, പ്രിയനോടും അതോടൊപ്പം തന്നെ സിബിയോടും പിന്നെ ശ്രീനിവാസനോടും. ഇവിടെ ഏറ്റവും കൂടുതൽ സാന്നിധ്യം വേണ്ടിയിരുന്ന ഒരു വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ ശ്രീനിവാസന്റേതാണ്.
കഥ എന്റേതാണെങ്കിലും മുത്താരം കുന്നിന്റെ ആ സ്ക്രിപ്റ്റ് രൂപത്തിലാക്കിയത് ശ്രീനിവാസനാണ്. എന്റേത് വേണമെങ്കിൽ കഥാബീജം എന്ന് മാത്രമേ വിശേഷിപ്പിക്കാൻ കഴിയൂ. ഇതിലെ അമ്മിണിക്കുട്ടി ഉൾപ്പെടെയുള്ള മമ്മൂക്കയുടെ സാന്നിധ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ശ്രീനിവാസന്റെ കോൺട്രിബ്യൂഷനാണ്. എന്റെ സഹൃദയ സമക്ഷം എന്ന നാടകത്തിൽ ഇതിന്റെ കഥയുണ്ട്, ഈ ഫയൽമാന്റെ കഥയുണ്ട്, ഫയൽമാന്റെ മകളുണ്ട്, ഫയൽമാന്റെ മകളുടെ പ്രേമമുണ്ട്. അതിനെല്ലാം തന്നെ പുതിയ ഒരു ഭാഷ്യം കൊണ്ടുവന്നത് ശ്രീനിവാസൻ എന്ന മലയാള സിനിമയുടെ തന്നെ കരുത്താണ്, സമ്പത്താണ്, എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ഇനി രമേശിലേക്ക് ഞാൻ മൈക്ക് കൈമാറുന്നു. അതോടൊപ്പം നിങ്ങളുടെ ചോദ്യങ്ങളുടെ ഉത്തരമായിട്ട് ഇവരുമായിട്ടുള്ള എന്റെ ബന്ധത്തെ കുറിച്ചൊക്കെ ഞാൻ രാമുമായിട്ടാണ് എനിക്ക് കൂടുതൽ സംസാരിക്കാനൊന്നും പറ്റാത്ത രാമുവിന്റെ സാന്നിധ്യം എനിക്ക് സന്തോഷം പകരുന്നു. ജോഫിൻ എൻ്റെ അടുത്ത് പ്രീസ്റ്റില് അഭിനയിച്ചു, അതൊരു വൻ ഹിറ്റായി തീർന്നു. ആ പ്രീസ്റ്റിന്റെ സമയത്ത് തന്നെ ജോഫിനെ ഈ ആന്റോയും അല്ലെങ്കിൽ വേണു കുന്നപ്പള്ളിയൊക്കെ അടുപ്പിച്ചതിന്റെ ഒരു കാര്യം ജോഫിന്റെ കഴിവ് മാത്രമല്ല, വിനയമുള്ള വളരെ ലാളിത്യമുള്ള ഒരു ചെറുപ്പക്കാരൻ. നമുക്ക് സെറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്ക് സ്നേഹം, ബഹുമാനം തരുന്നതിനപ്പുറം സ്നേഹത്തോടു കൂടി പെരുമാറുക, അത് പ്രീസ്റ്റിൽ ഞാൻ അനുഭവിച്ചു. അതിനുശേഷം ഇതിന്റെ കഥ വന്ന് പറഞ്ഞപ്പോ ഈ രമേശ് സൂചിപ്പിച്ചതുപോലെ ആ കഥയ്ക്ക് ഇത്രയും സാധ്യതകളുണ്ടെന്ന് മനസ്സിലാക്കിയത് സിനിമ കണ്ടപ്പോഴാണ്. ഞാൻ 2 പ്രാവശ്യം സിനിമ കണ്ടു. ഒന്ന് തിരുവനന്തപുരത്ത് ഫസ്റ്റ് ഡേ കണ്ടു, പിന്നെ അതിനുശേഷം ചെന്നൈയിൽ എൻ്റെ കുട്ടികളെല്ലാം കൂടെ ചേർന്ന് ഞങ്ങൾ ഈ പൊങ്കൽ അവധിക്ക് ഞങ്ങൾ അവിടെ പോയിരുന്നു. അപ്പോൾ എൻ്റെ സകുടുംബം ഞങ്ങൾ എല്ലാവരും കണ്ട് അവർക്കും എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സിനിമ. അപ്പൊ 2 പ്രാവശ്യം, അടുത്ത കാലത്ത് ഒരു സിനിമയും ഞാൻ 2 പ്രാവശ്യം കണ്ടിട്ടില്ല. വീണ്ടും ഞാൻ കാണാൻ ഉള്ള അവസരവും ഭാഗ്യം എനിക്കുണ്ടായി. അത് കുടുംബാംഗങ്ങളോടൊപ്പം ഇരുന്ന് കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. ഇനി രമേശിലേക്ക് മൈക്ക് കൈമാറുന്നു. ചോദ്യങ്ങളുടെ ഉത്തരമായി ഇവരുമായിട്ടുള്ള ബന്ധങ്ങളെ കുറിച്ച് നിങ്ങൾ ചോദിച്ചാൽ അതിനെക്കുറിച്ച് എനിക്ക് ഒരുപാട് പറയാനുണ്ട്. അതിന് ഈ സമയമൊന്നും പോരാ. എന്നാൽ ഈ സമയ പരിമിതിക്കുള്ളിൽ നിന്ന് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. ചോദ്യത്തിന് പരിമിതികളൊന്നുമില്ല, ഒരു ലിമിറ്റേഷൻ വയ്ക്കുന്നില്ല, ഇന്നതേ ചോദിക്കാവൂ, അങ്ങനെ ഒന്നും പറയുന്നില്ല. നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് കഴിയുന്നത് ഈ ചിത്രവുമായിട്ടും ഈ ചിത്രത്തിന്റെ ഇങ്ങനെയുള്ള ഒരു പിന്നിലുള്ള കഥയും ബന്ധപ്പെടുത്തി ചോദിച്ചാൽ നന്നായിരിക്കും എന്ന അഭ്യർത്ഥനയോടെ രമേശ്. അതെ, ജോഫിൻ ഈ പറഞ്ഞപ്പോഴും ഇപ്പം കാതോട് കാതോരത്തിന്റെ ലൊക്കേഷൻ ഒക്കെ നമ്മൾ കാണിക്കുന്നുണ്ടല്ലോ. ഞങ്ങൾക്കൊക്കെ ഇപ്പം എന്തുകൊണ്ട് കലാകാരനാണെന്ന് ആഗ്രഹിച്ചില്ല, ജോഫിൻ സിനിമയിലെന്ന് ആഗ്രഹിച്ചു പറഞ്ഞാൽ ഞങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യം നമുക്ക് കിട്ടുന്ന നമ്മളെ ആൾക്കാർ തിരിച്ചറിയുന്നതിനപ്പുറം നിങ്ങളെ പോലുള്ള ആളുകളുടെ അടുത്തെത്താനും നിങ്ങളോടൊക്കെ സംവേദിക്കാനും ഉള്ളൊരു അവസരം കലാകാരനായിട്ട് കിട്ടിയെന്നുള്ളതാണ്. അപ്പൊ ഞാനിലോ അല്ലെങ്കിൽ അതുപോലുള്ള സിനിമ മാഗസീനുകളിലോ ഉള്ള നിശ്ചല ചിത്രങ്ങൾക്ക് അപ്പുറം ഒരു സിനിമയുടെ ലൊക്കേഷൻ കാണാനുള്ള യാതൊരുവിധ സൗകര്യങ്ങളും ഇല്ലാതെയാണ് ഞാൻ ജോഫിനും ഇവിടുന്ന് ഒരു ബാച്ച് വളർന്നു വന്നിട്ടുള്ളത്. അപ്പൊ ഈ സിനിമയുടെ കാതോട് കാതോരത്തിന്റെ ലൊക്കേഷൻ ഒക്കെ അവതരിപ്പിക്കുമ്പോൾ കമൽ സാറിന്റെ മകനാണ്, കമൽ സാറിന്റെ ചെറുപ്പക്കാരനായിട്ട്. അത് അല്ല, ഒരാൾ എന്നോട് ചോദിച്ചത് ആണോ ചെയ്തേക്കുന്നതെന്നുള്ളത്, അത്ര സാധ്യതയുണ്ടല്ലോ. അപ്പം ആ ലൊക്കേഷൻ സാറ് തിയേറ്റർ പടം കണ്ടോ, ആ ലൊക്കേഷൻ വീണ്ടും കാണുമ്പോൾ അതിന് എന്തുമാത്രം ആ ലൊക്കേഷൻ മറ്റേ ലൊക്കേഷൻ സാമ്യത ഉണ്ടായിരുന്നു. അയ്യോ, ഞാൻ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. കാരണം ഒരുപാട് സാമ്യമുണ്ട്. ഞാൻ വിചാരിച്ച് റിയൽ ആയിട്ടുള്ള സ്ഥലത്ത് തന്നെയാണ് ഷൂട്ട് ചെയ്തത്. ഇപ്പോഴും ഇവിടെ വെച്ചു, ഇവിടെ പ്രത്യേകിച്ച് പള്ളി, ആ പള്ളി അതേ പള്ളി തന്നെയാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. അയ്യോ, കാരണം എന്തോ അതേപോലെ തന്നെ നിങ്ങൾ കാതോട് കാതോര കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. സെയിം സ്റ്റെപ്സ് അങ്ങനെയുള്ള പള്ളിയുടെ എല്ലാം. എന്നിട്ട് ഞാൻ മോഹനെടുത്ത് ചോദിക്കുന്നത് നമ്മൾ എവിടെയായിരുന്നു ഷൂട്ട് ചെയ്തത്? കൊരട്ടിയാണ് എനിക്ക് ഓർമ്മ. തിരുമണിക്കുന്ന് പള്ളി. അത് ആ പള്ളി. അതെ, അത് അത്രമാത്രം സമയമുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ലൊക്കേഷൻസ് ആ സിനിമയിൽ കാണിച്ചിട്ടുള്ള സിനിമയായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ലൊക്കേഷൻസും അങ്ങനെ അത്രമാത്രം ഒരു റെഫർ ചെയ്തിട്ടായിരിക്കും അല്ലെ ഇവരത് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഒരു എഫേർട്ട് ഭയങ്കര അത്ഭുതം തോന്നുന്നുണ്ട് എനിക്ക്. ഞാൻ ഓർക്കുന്നത് ഇവര് 3 വർഷമായിട്ടുണ്ടാവും എങ്കിൽ എൻ്റെ അടുത്ത് ആദ്യം 3 വർഷമായിട്ട് അത് ഇവർ രണ്ടുപേരും തന്നെ രാഘവും ജോഫിനും തന്നെയാണ് എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനൊരു കോൺസെപ്റ്റ് ഉണ്ട്, ഇങ്ങനെ ചെയ്യാനുള്ളത്. അത് ജോൺ പോൾ ചോദിച്ചിരുന്നു. അങ്കിള് ജോൺ പോള് പറഞ്ഞിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് സംസാരിക്കുന്നത് കാര്യം. അപ്പൊ എനിക്ക് അപ്പൊ തന്നെ ഭയങ്കര എക്സൈറ്റ്മെന്റ് തോന്നി. ഞാൻ ചോദിക്കുകയും ചെയ്തു ഇത് എങ്ങനെ വർക്കാവും. കാരണം നമുക്കൊരു അത്ഭുതം എങ്ങനെയായിരിക്കും ഇത് സ്ക്രിപ്റ്റ് ചെയ്യാൻ പോണത്, പിന്നെ അതിന്റെ മർഡറും കാര്യങ്ങളൊക്കെ പിന്നീട് എങ്ങനെയായിരിക്കും ഇൻവെസ്റ്റിഗേഷനൊക്കെ എനിക്കറിയില്ല. അന്ന് ഇങ്ങനെ ആസിഫിന്റെ കാര്യത്തെ കുറിച്ച് അങ്ങനെ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എങ്ങനെയായിരിക്കും ഇൻവെസ്റ്റിഗേഷൻ ഒന്നും അറിയില്ല. എത്രമാത്രം ഡീറ്റെയിലിംഗ് ആ ഇതില് കാതോട് കഥയായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും ഞാൻ വിചാരിച്ചില്ല. അപ്പൊ ഒരുപാട് ഓർമ്മകളുണ്ട്. ആ സിനിമ കണ്ടു കഴിഞ്ഞപ്പോ ഞങ്ങൾ കാതോട് കഥ ഷൂട്ട് ചെയ്ത, പ്രത്യേകിച്ച് ഭരതേട്ടനെ ഇപ്പൊ ജീവിച്ചിട്ടില്ല, ഭരതേട്ടനായിട്ടുള്ള ഓർമ്മകളൊക്കെ തന്നെ ഒരുപാട് ഓർമ്മകളുള്ള ഒരു സിനിമയിൽ. പിന്നെ വിജയകുമാറിന്റെ കാര്യം പറഞ്ഞെങ്കിൽ ഈ 7 ആർട്സിന്റെ ബാനറിൽ ആദ്യം ചെയ്ത സിനിമയാണ് കാതോട് കഥ. അതൊരു വലിയ കാരണം ഭരതേട്ടനിൽ നിന്ന് തുടങ്ങി അല്ലെ, അതൊരു വലിയ ബാനറായി മലയാള സിനിമയിലെ
നിറഞ്ഞു നിൽക്കുന്നത്. നമുക്കറിയാലോ പഞ്ചാഗ്നി, നക്ഷത്രങ്ങൾ, ഇത് മൂന്നും ഒരേ സമയത്താണ് അല്ലേ വർക്ക് നടക്കുന്നതായിരുന്നു ഏറ്റവും വലിയ തമാശ. ഈ 3 പടങ്ങളും നന്നായിട്ട് വന്നു. അതുകൊണ്ട് 7 Arts എന്ന് പറയുന്ന ബാനർ മലയാളത്തിലെ ഏറ്റവും വലിയൊരു ബാനർ ആയി മാറുകയും ചെയ്തു. അപ്പൊ അതൊരു വലിയ ഓർമ്മയാണ് ആ സിനിമ. ഫുൾ പേജ് പരസ്യം ഞാൻ ഓർക്കുന്നു. കാതോട് കാതോടത്തിന്റെ തൊട്ട് താഴെ ചിലമ്പെന്നായിരുന്നു എന്റെ ഓർമ്മ. അതെ അതെ അല്ലേ, ചിലമ്പ്. അത് മോൻ പറയണ്ടേ, തിരുവനന്തപുരത്ത് എക്സൽ കോംപ്ലക്സിലാണ് ഉള്ളത്. SL കോംപ്ലക്സില് ഒരേ സമയത്ത് 7 Artsന്റെ 4 ഫിലിം ഓഡിറ്റോറിയം കോംപ്ലക്സ് യൂണിയൻ. കാരണം കാതോട് കണ്ടിന്യൂ ചെയ്യുന്നു. പഞ്ചാഗ്നി 200 ഡേയ്സോളം അവർ റൺ ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല നക്ഷത്രങ്ങൾ ചിലമ്പ് അവിടെ റിലീസാകും. അങ്ങനെ ഒരു വളരെ യുണീക്ക് അച്ചീവ്മെന്റ്. അത് വേറെ താമസിച്ച ഭരതേട്ടന്റെ 2 പടം, അരൺ സാറിന്റെ 2 പടം, 2 ഡയറക്ടർമാരെ 2 പടം അറ്റ് എ ടൈം കഴിക്കാന്ന് പറയുന്നത് ആ കാലത്തൊക്കെ നടക്കുന്ന ഒരിക്കലും സിനിമയിൽ സംഭവിക്കില്ല. എങ്ങനെയാ ഒരു വിശ്വാസം തോന്നിയത്? ആ സിനിമ എടുക്കുന്നു, അതിന് ഇത്രയധികം മാനിപ്പുലേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നിടത്തുള്ള ഒരു വിശ്വാസത്തിലേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു? അതല്ല അവിടെ ജീവകുമാർ സാറിനോട് ചോദിച്ചു. ഈ സിനിമ വന്നപ്പോ സാറിന് ആ സിനിമയിലെ ഒരു അനുഭവം നമ്മൾ എടുക്കുവാണല്ലോ, ഓൾറെഡി ഉള്ള പ്രൊഡക്റ്റ് ഇത്ര മാനിപ്പുലേറ്റ് ചെയ്യാണല്ലോ. കുറച്ചൊന്നും അല്ല, കുറെ അധികം അതിന്റെ കൺട്രോളർ, നിർമ്മാതാവ്, ഒരുപാട് കാര്യങ്ങളെല്ലാം മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു വിശ്വാസത്തിലേക്ക് എത്തില്ല. ഇപ്പൊ സിനിമ കാണുമ്പോൾ കാണുന്ന എല്ലാവർക്കും ഓക്കെയാണ്, പക്ഷെ ഈ കഥയായി കേൾക്കുമ്പോൾ ഇത് വീണ്ടും വിശ്വസിക്കാവുന്ന ഒരു അവസ്ഥയൊക്കെ തോന്നിയത് എങ്ങനെയാണ്? അതിന് എന്റെ ഒരു ആൻസർ കാതോട് കാതോടും സിനിമയിൽ നിന്നും ഒരു ഇൻസ്പയർ ചെയ്ത ഒരു ബാക്ക്ഡ്രോപ്പ്, ഇതൊരു സീക്വൽ അല്ല, ടേക്ക് ഓഫ് അല്ല. ആൻഡ്രു എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു കാര്യം ആദ്യം ഫോണിൽ കൂടിയാണ് സംസാരിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ച ആൻഡ്രു പറയുന്നത് സാധാരണ നമ്മൾ കേൾക്കുന്ന ഒരു സബ്ജക്റ്റിന്റെ റീമേക്ക് എന്ന് പറഞ്ഞാൽ, ഐ മീൻ സോറി, സീക്വൽ ആകാം, പ്രീക്വൽ ആകാം, രണ്ടും ആകാം. അപ്പൊ ഇത് വേണം. അപ്പൊ അതിന്റെ എന്തോ അല്ല, അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ചുകൊണ്ട് ഞാൻ ആൻഡ്രുക്ക് എന്താ ഇപ്പോ ഇങ്ങനെ കാതോടൊക്കെ ബേസ് ചെയ്തൊരു ബാക്ക്ഗ്രൗണ്ട് വരുന്ന ഒരു ഫിലിം തുടങ്ങി കഴിഞ്ഞു. അതിന്റെ ധൈര്യമായിട്ട് വിളിച്ചു. ഇത് പിന്നെ നമുക്ക് മറ്റു കാര്യങ്ങളും തരാൻ പ്രശ്നമില്ല. അതിൻ്റെ അതുകൊണ്ട് പ്ലാൻ ചെയ്യാം. അല്ല, ഞാൻ എനിക്കൊക്കെ ചില മെറ്റീരിയൽസും കാര്യങ്ങളും കുറച്ച് സംഭവമാണ് അതിൻ്റെ ആരുടെ വരും. അപ്പോൾ ഞാൻ എൻ്റെ ഉള്ളതെല്ലാം തരാം. ഭാഗ്യത്തിന് ആൽബം ഉണ്ട്, പക്ഷേ ആൽബത്തിൽ പല ഫോട്ടോസും സ്റ്റക്കായിരിക്കും. 40 വർഷമാകുന്നു. അപ്പോൾ ആൽബോർഡ് ഇരിപ്പുണ്ട് അങ്ങനെ സീൻ. അങ്ങനെ വട്ടവർ മെറ്റീരിയൽ, വട്ടവർ അവൈലബിൾ, ആൻഡ് ഔട്ട് എടുക്കുക, പടം ഔട്ട് നടക്കട്ടെ. ഇതായിരുന്നു എൻ്റെ ഫസ്റ്റ് റിയാക്ഷൻ. സെക്കൻഡ്ലി പടം തുടങ്ങി, പടം റിലീസ് ആവുന്നവരെ സത്യത്തിൽ ഈ എന്താണ് ഈ സിനിമ എന്നോ എങ്ങനെയായിരുന്നു ഈ ഒരു സിനിമ ഷേപ്പ് ഔട്ട് ചെയ്യുന്നതിനെ പറ്റും എനിക്ക് വലിയ നോളജൊന്നും ഇല്ലായിരുന്നു. ഞാൻ മദ്രാസിൽ താമസമായിട്ട് ഇവിടെ വലിയ ഇന്ററാക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനിപ്പോൾ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് കാതോട് കാതോടത്തിലെ ക്യാരക്ടറും അതിൽ നിന്ന് ഉത്ഭവിച്ച ഒരു ബാക്ക്ഗ്രൗണ്ടും എല്ലാം 100% ജസ്റ്റിഫൈഡ് ആയിട്ട് കൺവിൻസിംഗ് ആയിട്ട് വന്ന അതിമനോഹരമായ ഒരു പടമാണ്. ഈ ബാക്ക്ഗ്രൗണ്ട് ഇല്ലെങ്കിൽ ഈ പടം നല്ല മനോഹരമായ പടമാണ്. ദാറ്റ് ഇസ് ബിക്കോസ് ദ ഫിലിം ബൈ ഇറ്റ്സെൽഫ്, അതിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ, അതിൻ്റെ ഒരു സസ്പെൻസ്, അതിൻ്റെ ഒരു ട്രീറ്റ്മെന്റ് പാറ്റേൺ, ആൻഡ് ഇൻഫാക്ട് ഒരു ക്രൈം അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ക്രൈം ഫിലിമിനകത്ത് കുറെ വയലൻസും ബഹളവും ഒക്കെയാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. ഇത് സാധാരണ normally, but in this film it is more of scripting ഇന്ത്യയോ അല്ലെങ്കിൽ ഒരു ഇന്റലിജന്റ് ഇൻവെസ്റ്റിഗേഷൻ എന്ന തോന്നുന്ന രീതിയിൽ, അറ്റ് ദ സെയിം ടൈം ഓഡിയൻസിനെ പിടിച്ചിരുന്ന രീതിയിൽ ഒരു ഗ്രിപ്പ് കിട്ടണം. സോ ദാറ്റ് ഓൾസോ ഇസ് ഫോട്ടോ. സോ ഐ അപ്രീഷിയേറ്റ് ദി ടീം, ദി ഡയറക്ടർ, റൈറ്റേഴ്സ് ആൻഡ് ഓഫ് കോഴ്സ് കാസ്റ്റ് ആർട്ടിസ്റ്റ് ഹു ഹാവ് പെർഫോം. ഒരു അതിമനോഹരമായ ഒരു പടമായി പോകുന്നത്. ഐ എം വെരി ഗ്ലാഡ്. കാതോട് കാതോട് ഇപ്പോൾ ജഗദീഷ് മുദ്ര പറഞ്ഞ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നിയർലി 40 years കാതോടുകാലത്തിനെ ഒന്നുകൂടെ റിമെമ്പർ ചെയ്യാൻ, റിവൈവ് ചെയ്യാൻ ഈ പടം ഇറ്റ്സ് ഓൾസോ എ ഗ്രേറ്റ് പ്ലഷർ. നല്ല സംഭവമാണ്. ഐ എം ഗ്ലാഡ് ഇങ്ങനൊരു അസോസിയേഷൻ ഉണ്ടാകാൻ സംബന്ധിച്ചു. താങ്ക് യു. സിനിമ ഉണ്ടായിരുന്നു. സിനിമ കണ്ടു. ആ ഒരു മുത്താരംകുന്ന് പിയോ എന്ന് പറയുന്ന സിനിമയുടെ ആ മമ്മൂട്ടി ചേട്ടൻ എന്ന് വിളിക്കുന്ന ഒരു പ്രദേശവും കത്തും അല്ലെങ്കിൽ ആ കാലത്തെ ലൊക്കേഷനും വീണ്ടും കണ്ടതിന് തീർച്ചയായിട്ടും. കാരണം ഇതിന് വല്ലാത്തൊരു കോയിൻസിഡൻസ് ഉണ്ട്. അതായത് ഞാൻ ഈ സിനിമയെ കുറിച്ച് ഇങ്ങനെ അതിൻ്റെ സോഷ്യൽ മീഡിയയിലേക്ക് വരുന്ന ഇൻഡസ്ട്രീസ് ഒക്കെ കാണുന്നുണ്ടായിരുന്നു. ഞാൻ തമ്മിലും കൂടി ഇപ്പോൾ എം ഡി സാറിൻ്റെ
മനുഷ്യർക്കും തിരിച്ചു വരുമ്പോൾ കമൽ എന്നെ തോന്നി ഇങ്ങനെ ഒരു പാഠം ഉണ്ടായിരുന്നു. കാതോട് കാതോദരത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു സിനിമ അവർ ചെയ്യുന്നുണ്ട്, അതിനെ ബേസ് ചെയ്തിട്ട്. അതിനകത്ത് കമലായിട്ട് തന്നെ അഭിനയിച്ചു, മകൻ അഭിനയിച്ചു എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ യാത്രക്കിടയിൽ ഇങ്ങനെ സംസാരിച്ച് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ മുത്താലമ്മൻ്റെ റെഫറൻസ് ഒന്നും കമലിനും അറിയില്ല. ആൻഡ്രോയാണ് എന്നെ വിളിച്ചിട്ട് പറയുന്നത്, സാർ ഈ പടം ഒന്ന് കാണണം, സാറും ഈ സിനിമയിൽ ഒരു കഥാപാത്രമാണെന്ന്. ഞാൻ വിചാരിച്ചു ഞാൻ അഭിനയിച്ചിട്ടൊന്നുമില്ല, പിന്നെ ഞാൻ കഥാപാത്രമാകുമെന്ന് വിചാരിച്ചു. എന്തായാലും സിനിമ കണ്ടപ്പോഴാണ് എനിക്ക് ആ റെഫറൻസ് ഒക്കെ മനസ്സിലായത്. ഞാൻ പറഞ്ഞു വരുന്ന കോയിൻസിഡൻസ്, ഈ സിനിമ റിലീസ് ചെയ്യുന്നത് ജനുവരി 9-ാം തീയതിയാണ്. കൃത്യം 40 വർഷങ്ങൾക്ക് മുൻപ് ജനുവരി 7-ാം തീയതിയാണ് ഞാൻ ഈ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങുന്നത്. 40 വർഷങ്ങൾ കഴിഞ്ഞ ശേഷം എൻ്റെ ആദ്യത്തെ സിനിമ വീണ്ടും ആൾക്കാരുടെ ശ്രദ്ധയിലേക്ക് വരാനൊരു കാരണമാണ്. കഴിഞ്ഞ മാസം എൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സ് നമ്മുടെ എന്നെ വിളിച്ചു, അവരുടെ മീറ്റിംഗ് വിളിച്ചിട്ട് അവർ ആവശ്യപ്പെട്ടത് എൻ്റെ 40-ാമത്തെ വർഷം, സിനിമയിലെ 40-ാമത്തെ വർഷം ആഘോഷിക്കണം, അത് മേലില എന്ന് പറയുന്ന അതേ ഗ്രാമത്തിൽ പോയി ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അവരുടെ ആവശ്യമായിട്ട് എൻ്റെ അടുത്ത് വന്നു. ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ അതിന് സമയമില്ല, അതാണെങ്കിൽ നമുക്ക് ആ പടം റിലീസ് ചെയ്ത ഡേറ്റിലേക്ക് തിരിഞ്ഞു നോക്കാമെന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ഒരു വലിയ എൻ്റെ കരിയറിലെ ഒരു ലാൻഡ്മാർക്ക്, എൻ്റെ ആദ്യത്തെ സിനിമ വീണ്ടും പ്രേക്ഷകരുടെ ചർച്ചയിലേക്ക് അല്ലെങ്കിൽ സിനിമയുടെ പൊതുശ്രദ്ധയിലേക്ക് വരുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ഈ സിനിമയിൽ ജഗദീഷ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജഗദീഷ് ആദ്യത്തെ ഇതിൻ്റെ ഒരു കഥാബീജം പറയുകയും ശ്രീനിവാസൻ അതിൽ നിന്നും അതിൻ്റെ ഒരു പുതിയ വേർഷൻ അല്ലെങ്കിൽ ശ്രീയുടേതായിട്ടുള്ള ചില ഇൻപുട്സ് അതിലേക്ക് കൊണ്ടുവന്നിട്ട് ഈ കഥ പറയുമ്പോൾ ഈ മമ്മൂട്ടി ചട്ടങ്ങളുള്ള പ്രയോഗം പിന്നീട് മമ്മൂട്ടി തന്നെ ആ കത്തുകളെല്ലാം ഡബ് ചെയ്യണമെന്നുള്ളൊരു തീരുമാനമൊക്കെ എത്തിയാണ്. ഞാനന്ന് മമ്മൂട്ടി അന്ന് തിങ്കളാഴ്ച നല്ല ദിവസം എന്ന സിനിമയുടെ ഷൂട്ടിങ് തിരുവനന്തപുരത്തിൽ അപ്പുറത്തെ എവിടെയോ നടക്കുകയാണ്. പതിനായിരം സാറിന് പടമാണ്. ഞാൻ അവിടെ പോയി നിന്നാണ് അദ്ദേഹത്തെ വിളിച്ചത്. ഒരു മടിയില്ലാതെ വന്ന് നേരെ ഷൂട്ട് കഴിഞ്ഞ് വന്നാൽ ഇത് ഫുള്ളായിട്ട് ഡബ് ചെയ്യുകയും ചെയ്തു. ആ മമ്മൂട്ടി ചേട്ടൻ്റെ പ്രയോഗം അന്നത്തെ കാലത്തും ആ സിനിമയുടെ രസങ്ങളുടെ ഭാഗമായിട്ട് ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെട്ടിട്ട് വരും. മമ്മൂട്ടി അന്നൊരു വലിയ ഒരു സൂപ്പർ താരത്തിൻ്റെ പദവിയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അതുകൊണ്ടാണ് മമ്മൂട്ടിയുടെ ഒരു ഫാനിനെ വെച്ചിട്ടൊരു സിനിമ ചെയ്യാനുള്ളൊരു പ്രചോദനം അത് തന്നെയാണ്, ആ സ്റ്റാർട്ടം കൊണ്ട് തന്നെയാണ്. സിനിമ കണ്ട് അവസാന ഭാഗത്തേക്ക് എത്തുമ്പോഴാണ് ജഗദീഷിൻ്റെ കഥാപാത്രം വിളിച്ച് പറയുമ്പോൾ തൊട്ടാണ് ഇതിൻ്റെ മുത്താലമ്മ അതിലേക്ക് കയറുന്നത്. ഈ KJ ഹൗസ് എന്നൊക്കെ പറയുന്നത് അന്ന് ജഗദീഷ് കഥയിൽ പറയുമ്പോഴാണ് എനിക്കത് ഓർമ്മ വരുന്നത്. അങ്ങനെ പല കാര്യങ്ങളെയും നമ്മുടെ പഴയ ഒരുപാട് ഓർമ്മകളെ തിരിച്ചു തന്നെ വ്യക്തിപരമായിട്ട് അങ്ങനത്തെ ഒരു സിനിമ കൂടിയാണ് എനിക്ക്. ഈ സിനിമയിൽ 7 ആർട്സിന്റെ ഓഫീസ് കാണിച്ചിട്ട് നേരെ മോഹൻലാലിനെയാണ് കാണിക്കുന്നത്. ഒരുപാട് പേര് വിജയകുമാരനാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടും ഉണ്ട് ഈ സിനിമയിൽ. കുറേ കൺട്രോളറായിട്ടുണ്ടല്ലോ, എത്രയോ പടങ്ങൾ അഭിനയിച്ചിട്ട് എത്ര എണ്ണം ഉണ്ടോ ചേട്ടാ? ഇങ്ങനെ തല കാണിച്ച കുറെ സിനിമകളുണ്ട്. എൻ്റെ ഒരു സിനിമയിൽ ധനത്തില് ഒരു ഡെഡ് ബോഡി കൊണ്ടുവരുന്നത് ഡെഡ് ബോഡി ഉണ്ടെങ്കിൽ ഡെഡ് ബോഡിയുടെ മോനാ. അങ്ങനെ കുറെ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഒരു തമാശ പോലെ ഷൂട്ടിങ്ങിന് ഇടയിൽ ഇങ്ങനെ അഭിനയിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ ഈ സിനിമയോട് എനിക്ക് ഉണ്ടായിരുന്ന ഒരു സപ്പോർട്ട് എന്ന് വെച്ചാൽ, ഞാൻ ഈ 7 ആർട്സ് മോഹൻ ഞാൻ പലർക്കും അറിയില്ല. 7 ആർട്സ് മോഹൻ എന്ന് പറഞ്ഞാൽ ആരാണത്, പ്രൊഡക്ഷൻ കൺട്രോളാണെന്നും അല്ലെങ്കിൽ 7 ആർട്സിന്റെ പ്രൊഡക്ഷൻ കൺട്രോളെന്ന് പലർക്കും അറിയില്ല. ഈ സിനിമയോട് അങ്ങനെ ഒരു ഗുണമുണ്ടായി. ഞാൻ 7 ആർട്സിന്റെ പ്രൊഡക്ഷൻ കൺട്രോൾ ആയിരുന്നെന്നും 40 വർഷത്തോളം ഞാൻ സിനിമയിൽ, 45 വർഷമായി. എന്നാൽ ഈ സിനിമേന്റെ ഒരു കഥ വെച്ച് 40 വർഷം ഞാൻ സിനിമയിലുണ്ടല്ലോ. അപ്പോൾ 45 വർഷം ഞാൻ സിനിമയിൽ ലൈവായി നിൽക്കുന്നു എല്ലാവരും കാണിക്കാൻ പറ്റി. അതെനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. പിന്നെ അഭിനയിക്കാൻ പറ്റും തോന്നുന്നുണ്ട്, അത് ആരെങ്കിലും വിളിച്ചാൽ അഭിനയിക്കാൻ. പിന്നെ ഈ സിനിമേന്റെ ഷൂട്ടിംഗ് സമയത്തുള്ള നല്ല ഓർമ്മകൾ കുറെ ഉണ്ടായി. ആ ഷൂട്ടിംഗ് സിനിമ കണ്ടപ്പോൾ നമ്മൾ ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് 7 ആർട്സിന്റെ ഫസ്റ്റ് പടമായിരുന്നു വിജയമാസം അന്ന് സിനിമ എടുക്കാൻ വന്ന ആദ്യമായിട്ട് ഞങ്ങൾ മീറ്റ് ചെയ്തത്. അന്ന് തൊട്ട് 7 ആർട്സിന്റെ അവസാന പടം വരെ ഞാൻ തന്നെ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ കുറെ നല്ല ഓർമ്മകൾ ഈ സിനിമകളുണ്ടായി. മോഹന്റെ ഫസ്റ്റ് പ്രൊഡക്ഷൻ കൺട്രോളും കഥ ബന്ധമില്ലേ? അല്ല സാർ, ഫസ്റ്റ് പ്രൊഡക്ഷൻ കൺട്രോൾ വെച്ചാൽ അന്ന് ഞാൻ അതിന് മുമ്പ് ഭരതനാട്യ ഫിലിം ചെയ്തിട്ടുണ്ട്. ലോറി എന്നൊരു സിനിമ ചെയ്തിട്ടുണ്ട്. ലോറിയിൽ പക്ഷെ ഞാൻ മാനേജർ മാത്രമായിരുന്നു. പക്ഷെ പ്രൊഡക്ഷൻ കൺട്രോൾ എന്നുള്ള പേര്
അതിനുമ്പ് പടത്തിൽ സത്യേട്ടൻ്റെ പടം പിന്നെ അടുത്തടുത്ത സിനിമയിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ സുപ്രിയയിലൊക്കെ ഫിലിം ചെയ്തിട്ടുണ്ട്. ഓക്കെ.